ജീവിതത്തിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ സന്ദർഭം ഏതാണ്? ഒരിക്കൽ ഒരു ടെലിഫോൺ അഭിമുഖത്തിൽ റേഡിയോ അവതാരകൻ രത്തൻ ടാറ്റയോട് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സന്തോഷത്തിന്റെ 4 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ അവസാനം എന്താണ് യഥാർത്ഥ സന്തോഷം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ധാരാളം പണവും സ്വത്തും സമ്പാദിച്ചതാണ് ഒന്നാമത്തെ ഘട്ടം. എന്നാൽ അവിടെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച സന്തോഷം കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ ഘട്ടം വന്നു. അന്ന് ഞാൻ വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി. പ്രസ്തുത സന്തോഷവും കേവലം താൽക്കാലികം മാത്രമാണെന്ന് വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. തുടർന്ന് മൂന്നാമത്തെ ഘട്ടമായി. അവിടെ ഞാൻ പുതിയ കുറെ പ്രോജക്റ്റുകൾ ആരംഭിച്ചു. വൈകാതെ ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും 95% എണ്ണയും വിതരണം ചെയ്യുന്നത് എൻ്റെ സ്ഥാപനത്തിന്റെ ചുമതലയായി. മാത്രമല്ല, ഇന്ത്യയിലെയും ഏഷ്യയിലെ തന്നെയും ഏറ്റവും വലിയ സ്റ്റീൽ ഫാക്ടറിയുടെ ഉടമയായി ഞാൻ മാറി. പക്ഷേ അപ്പോഴും എനിക്ക് ഞാൻ സ്വപ്നം കാണുന്ന സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം 4ാമത്തെ ഘട്ടം വന്നു. 200 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീൽ ചെയറുകൾ വാങ്ങി നൽകണമെന്ന് ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു. ഞാൻ ഉടനെ അത് ചെയ്തു കൊടുത്തു. അപ്പോൾ അത് വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്ക് ഞാൻ തന്നെ എത്തണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. അതിനും ഞാൻ സന്നദ്ധനായി. അങ്ങനെ ആ 200 കുട്ടികൾക്കും ഞാൻ തന്നെ നേരിട്ട് എൻ്റെ കൈകൾ കൊണ്ട് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. അത് സ്വീകരിക്കുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഏതോ വന്യമായ വെളിച്ചം പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. ഏതോ ഒരു കാഴ്ച ബംഗ്ലാവിലേക്ക് എത്തിയതുപോലെയായിരുന്നു അപ്പോൾ അവരുടെ എല്ലാവരുടെയും അവസ്ഥ. എൻ്റെ ഉള്ളിലെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അന്നത്തെ ആ ദിവസം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ നേരം ഒരു കുട്ടി എൻ്റെ കാലുകൾ മുറുക്കി പിടിച്ചു. എത്ര കുതറാൻ നോക്കിയിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. അവസാനം ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു, എനിക്ക് താങ്കളുടെ മുഖം നന്നായി ഓർത്തു വെക്കണം. അങ്ങനെ നാളെ സ്വർഗത്തിൽ വെച്ച് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴും എനിക്ക് താങ്കളോട് നന്ദി പറയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് തിരിച്ചറിഞ്ഞ ആ യഥാർത്ഥ സന്തോഷത്തിന് വേണ്ടിയല്ലേ പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും അദ്ദേഹം ജീവിച്ചു തീർത്തത്. ഒരുപാട് പണം ലഭിച്ചാൽ, ആ പണം കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം സ്വന്തമാക്കിയാൽ, അത് നമുക്ക് പ്രശസ്തി നേടിത്തന്നാൽ സന്തോഷം കിട്ടിയേക്കുമെന്ന പ്രതീക്ഷയിലല്ലേ നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഈ ഘട്ടങ്ങളെല്ലാം തന്നെ കടന്നെത്തിയ രത്തൻ ടാറ്റയാണ് പറയുന്നത്, മറ്റൊരാളെ സഹായിക്കുമ്പോൾ ആ സഹായം അയാളെ